അതിർത്തി കടന്നെത്തിയ മലയാളികൾക്കും പ്രിയങ്കരമാവുകയാണ് പനനീരും നൊങ്കും. മലയാളിക്ക് കരിക്ക് എന്ന പോലെയാണ് തമിഴ്നാട്ടുകാർക്ക് ഈ പാനീയം. ഭക്ഷണ വൈവിധ്യങ്ങളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന മലയാളിക്ക് പനനീരും നൊങ്കും ഇപ്പോൾ അപരിചിതമല്ലാത്ത പാനീയങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. ഭക്ഷണ വിഭവങ്ങളിലെ രുചിഭേദങ്ങൾ ഇഷ്ടമായി കഴിഞ്ഞാൽ മലയാളിയോളം കൂടെ കൂട്ടുന്ന മറ്റൊരു സമൂഹം ഉണ്ടാകില്ല. തമിഴരുടെ ദാഹമാറ്റിയ പനനീരും അങ്ങനെ മലയാളികളുടെയും ഇഷ്ട ദാഹശമനിയായി മാറുകയാണ്. കേരളത്തിന്റെ പാതയോരങ്ങളിൽ പനനീരും നൊങ്കും സജീവ വിൽപ്പനയായി മാറുന്നുണ്ട്. അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നുമാണ് ഇവ കേരളത്തിലേക്ക് എത്തിക്കുന്നത്. പനയോലയിലാണ് പനനീര് കുടിക്കാൻ നൽകുന്നത്. വേനൽക്കാലത്ത് മാത്രമല്ല, ഏത് കാലാവസ്ഥയിലും കഴിക്കാവുന്ന പനനീരിനും നൊങ്കിനും ഔഷധ ഗുണങ്ങളും ഏറെയുണ്ടെന്ന് കച്ചവടക്കാരൻ. சூடு சமயத்துக்கு வந்து பெஸ்ட் சாதனம் ஆகுது. சில கேரள ஆளுகளுக்கு இப்போ முன்னாடி அறியல, இப்போ நல்லா எல்லா கூட விரும்பி சாப்பிடக்கூடியது. இது பத்திரிக்கையாதமா போட்ட உடனே மக்கள் நல்ல முறையில் எடுத்து சாப்பிடுவாங்க கேரள ஆளு. அதை நம்பி தமிழ்நாட்டில் கூடுதல் சேல்ஸ் ஆயிடுது. இப்போ வெயில் காலங்களால கூடுதல் கிட்டும், மழை கம்மியா இருக்கும். இப்போ சீசன் வந்து ரொம்ப கம்மியா இருக்கும். அதனால விலை കൂടും, 10 രൂപ കൂടുതലാവും. ശരീരക്ഷീണമകറ്റാൻ ഉത്തമമായതുകൊണ്ട് ആവശ്യക്കാരും ഏറെയാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പാനീയമാണ്. ഞാനിവിടെ യാദൃശ്യമായിട്ട് വന്നതാണ്. പക്ഷെ എല്ലാവരും അത് കഴിക്കുന്നുണ്ട്. ഈ ചൂട് കാലാവസ്ഥയിൽ വളരെ നല്ലൊരു പാനീയമാണ്. വയറിന് തണുപ്പും ശരീരത്തിനാകെ ഒരു നല്ലൊരു ഫീൽ ചെയ്യുന്ന ഒരു മറ്റു രീതിയിലുള്ള കെമിക്കലൊന്നും ഇതിനകത്ത് ആളാവുന്നില്ല. പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന പനയുടെ നൊങ്കും അതിന്റെ പനനീരും ഒക്കെയാണ് വളരെ നല്ലൊരു പാനീയമായിട്ട് തോന്നുന്നുണ്ട്. കേരളത്തിന്റെ പാതയോരങ്ങളിലെ കച്ചവടക്കാരിൽ ഏറെയും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. മലയാളി ഈ പാനീയവും ആസ്വദിക്കാൻ തയ്യാറായതോടെ കച്ചവടക്കാരും ഹാപ്പി. ജനം, പത്തനംതിട്ട.